അഥ തന്ത്രാനുസാരേണ ഷഡ്ചക്രാദിക്രമോദ്ഗത ഉച്യതേ പരമാനന്ദ നിർവാഹ പ്രഥമാങ്കുരം. അനന്തരം ഞാൻ തന്ത്രാനുസാരിയായി ഷഡ്ചക്രാദി ക്രമഘടിതമായ പരമാനന്ദ ബ്രഹ്മത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുവാനായി പ്രഥമ കാരുണീഭൂതമായ കർമ്മത്തിൻ്റെ സ്വരൂപത്തെ പറയുന്നു. ജ്ഞാനരൂപിയായിരിക്കുന്ന പരമേശ്വരൻ വസിഷ്ഠനോട് ആയിക്കൊണ്ട് കുലഭാവത്തെ പറഞ്ഞിട്ട് കുലാചാരം കൂടാതെ അതിൽ അധികാരമില്ല എന്ന് ഉപദേശിച്ചു. ഷഡ്ചക്രങ്ങളെപ്പറ്റി അറിവുള്ളവർക്കേ, മഹായോഗം സിദ്ധിച്ചവർക്കേ അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഗുരുകാരുണ്യം കൂടാതെ എത്ര വലിയ പണ്ഡിതനായാലും വലിയ സാധനയുള്ളവനായാലും ശ, സ, ഹ തുടങ്ങിയ ബീജങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുവാൻ സാധ്യമല്ല. ശ മോക്ഷവും, സ അറിവും, ഹ പരബ്രഹ്മവും അഥവാ ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്നീ ക്രമത്തിൽ ദുഃഖമാവുന്ന ചെളിയിൽ പൂണ്ടുകിടക്കുന്ന ലോകത്തിൻ്റെ ഉദ്ധരണത്തിനായിക്കൊണ്ട് പരമകാരുണീകനായ കാമേശ്വരൻ മുക്തി സമ്പാദനത്തിനും തത്വജ്ഞാന സിദ്ധിക്കുമായിക്കൊണ്ട് ഷഡ്ചക്രത്തിങ്കൽ കുണ്ഡലിനി യോഗത്തെ അവതരിപ്പിച്ച് ലോകത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി, പരമമായ ജ്ഞാനത്തിനു വേണ്ടി അറിവിയായിക്കൊണ്ട് അരുളി ചെയ്യുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ എന്നീ 6 ചക്രങ്ങൾ ആദി ശബ്ദത്താൽ സഹസ്രദള പത്മവും സഹസ്രസാരത്തെയാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. ഷഡ്ചക്രാദി ക്രമഘടിത കർമ്മത്തിലാണ് പരമാനന്ദമായ ബ്രഹ്മസാക്ഷാത്കാരം സാധ്യമാകുന്നത്. ആ കർമ്മത്തിൻ്റെ സ്വരൂപത്തെ നിരൂപണം ചെയ്യുകയാണ് ഇവിടെ. മേരുർബാഹു പ്രദേശേ ശശി മിഹിര ശിരോ സവ്യദക്ഷേ നിഷണ്ണേ മധ്യനാഡി സുഷുമ്ന ത്രിധയഗുണമയീ ചന്ദ്ര സൂര്യാഗ്നിരൂപാം ദൂസ്തൂര സ്മേര പുഷ്പ ഗ്രഥിത തവാമഭൂ കന്ദമധ്യാചിരസ്ത വജ്രാഖ്യ മേഢദേശാചിരസി പരിഗത മധ്യമേസ്യ ജ്വലന്തി. മേരുവിന് പുറത്ത് ഇടത്തും വലത്തുമായി സ്ഥിതി ചെയ്യുന്ന 2 നാഡികളാണ് ശശി എന്ന ശക്തിരൂപനാഡിയും, അതായത് ഇടയും, മിഹിര എന്ന സൂര്യനാഡി അഥവാ പിങ്കളയും എന്ന് പറയുന്നത്. ഇവകളുടെ മധ്യത്തിൽ 3 ഗുണരൂപങ്ങളായ സത്വ, രജ, തമോ രൂപങ്ങളായ സുഷുമ്നാനാഡിയും, അതിൻ്റെ മധ്യത്തിലായി വജ്രനാഡിയും, വജ്രനാഡിയുടെ ഉള്ളിൽ മിത്രിണീ നാഡിയും സ്ഥിതി ചെയ്യുന്നു. മിത്രിണീ നാഡി, സുഷുമ്ന എന്നീ നാഡികൾ യഥാക്രമത്തിൽ ചന്ദ്ര, സൂര്യ, അഗ്നി സ്വരൂപിണികളാണ്. വിടർന്നു വരുന്ന ഉമ്മത്തിൻ്റെ പുഷ്പങ്ങളാൽ വിരചിതമായ മാല പോലെയാണ് അതിൻ്റെ രൂപം. അത് മൂലകന്ധത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് മസ്തിഷ്കം വരെ വ്യാപിച്ചു കിടക്കുന്ന, മ്രേഢം മുതൽ ശിരസ് വരെയും വ്യാപിച്ചു കിടക്കുന്ന വജ്രനാഡി മധ്യഭാഗത്ത് ജ്വലിക്കുന്നു. വാമാഘ യ ഇടനാഡി ശുക്ല ചന്ദ്രസ്വരൂപിണി ശക്തിരൂപാഹി സാക്ഷാൽ അമൃതവിഗ്രഹം. ദക്ഷേതു പിംഗള നാമ
പുംരൂപ സൂര്യവിഗ്രഹ രുദ്രാത്മിക മഹാദേവി ദാഡിമീ കേസരപ്രഭാം. വാമഭാഗത്ത് യാതൊരു ഇടനാടിയുണ്ടോ അത് വെളുപ്പ് നിറത്തോടുകൂടിയും ചന്ദ്രസ്വരൂപിണിയും ശക്തിരൂപയും സാക്ഷാൽ അമൃത വിഗ്രഹയുമായ ദേവിയാണ്. ദക്ഷിണഭാഗത്തുള്ള പിങ്കളയാകട്ടെ പുരുഷരൂപത്തിലുള്ളതും സൂര്യവിഗ്രഹയും രൗദ്രാത്മികയും ഉറു മാമ്പഴത്തിൻ്റെ കേസരങ്ങളുടെ കാന്തിയുള്ളവളുമായ മഹാദേവിയുമാകുന്നു. ഈ രണ്ടു നാഡികളും മൂലാധാരത്തിൽ നിന്ന് നേർവഴിക്ക് മേൽപോട്ട് ആജ്ഞാചക്രത്തെ പ്രാപിച്ച് സംസാരത്തിലൂടെ നാസാരന്ധത്തിലേക്ക് പോകുന്നു. ഇഢാച്ച പിങ്കളച്ചൈവ തസ്യേവാമേ ച ദക്ഷിണ ഋജീഭൂത ശിരാ തേജ വാമ ദക്ഷിണഭേദത സർവപത്മാനി സർവേഷ്ട്യ നാസാരന്ധ്രാഗതേശുവേ. ഇടയും പിങ്കളയും മേരുവിൻ്റെ ഇടതും വലത്തുമായി സ്ഥിതി ചെയ്യുന്നു. ഇവ മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി വലതും ഇടതുമായി സ്ഥാനം മാറി സർവപത്മങ്ങളെയും ചുറ്റി നാസാരന്ധ്രത്തെ പ്രാപിക്കുന്നു. ഇതിന് ധനുസ്സിൻ്റെ ആകൃതിയിലുള്ള സ്ഥിതിയെ പറയുന്നു. വിദിതേ ധനുരാകാരേ നാഡീട ഇടവെങ്കളെ പരേ യ വാമമുഷ്കസംബന്ധ സാ ശിഷ്യന്തിയ സുഷുമ്നയ ദക്ഷിണം ജാതൃമാശ്രിത്വ ധനുർവക്ര ഹൃദി സ്ഥിത വാമാംശജത്രാന്തർഗ ദക്ഷിണാം നാസികാമിയത് തഥാ ദക്ഷിണ മുഷ്കോധ നാസയ വാമരന്ധ്രത. വാമ ദക്ഷിണ മുഷ്കത്തിൽ സ്ഥിതമായിരിക്കുന്ന അവകൾ ഭ്രൂമധ്യം വരെ പ്രാപിച്ചിട്ട് അവ അവിടെ ഇട പിങ്കള സുഷുമ്ന നാഡീത്രയങ്ങളുടെ ത്രിവേണീരൂപമായ ഗ്രന്ഥീഭാവത്തെ പ്രാപിച്ചിട്ട് നാസാരന്ധ്രത്തിൽ മേളിക്കുന്നു. ഇടയാം യമുനാം ദേവി പിങ്കളായാം സരസ്വതി സുഷുമ്നായാം വസേദ്ഗംഗ തസ്യാം യോഗസ്ത്രീധാ ഭവേത്. സംഘാത ധ്വജമൂലേ ച വിമുക്തേ ബ്രൂവിയോഗത ത്രിവേണി യോഗസാ പ്രോക്ത തത്ര സ്ഥാനം മഹാബലം. ഇടയിൽ യമുനാദേവിയും പിങ്കളയിൽ സരസ്വതിയും സുഷുമ്നയിൽ ഗംഗയും വസിക്കുന്നു. ഇവിടെ യോഗം 3 വിധത്തിൽ ഭവിക്കുന്നു. ധ്വജമൂലത്തിൽ കൂടിച്ചേർന്നിട്ടും ഭൂമധ്യത്തിൽ വിയോജിപ്പോടുകൂടിയും നിൽക്കുന്ന ഇതിനെ ത്രിവേണി സംഗമം എന്ന് പറയുന്നു. അവിടെയുള്ള സ്നാനം മഹാബലത്തെ പ്രദാനം ചെയ്യപ്പെടുന്നതാകുന്നു. മേരുദണ്ഡത്തിൻ്റെ മധ്യേ ഉള്ള സുഷിരത്തിൽ ബ്രഹ്മരന്ധ്രം തൊട്ട് ആധാരം വരെ സ്ഥിതി ചെയ്യുന്നു. മൂലാധാരം തൊട്ട് ബ്രഹ്മരന്ധ്രം വരെ വ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നു. മിത്രിണി സത്വഗുണപ്രധാനവും വജ്ര രജാഗുണമയിയും സുഷുമ്ന തമസ്സുമാകുന്നു. മിത്രിണി ചന്ദ്രകാന്തിയോടു കൂടിയതും അതിനാൽ ശുക്ലവർണവും, വജ്രിണി സൂര്യസദൃശയും അതിനാൽ ഉറുമാമ്പഴം പോലെ ചുവന്നതും, സുഷുമ്ന അഗ്നിസ്വരൂപിണിയും അതിനാൽ രക്തവർണയും ആകുന്നു. ഗുധാദധൂ അങ്കുലാദൂർധം മ്രേഢാത്തധൂദ്വാങ്കുലാത്തഥാം ചതുരംഗാങ്കുലവിസ്താരം കന്ധമൂലം ഗഗണാണ്ഡവധ നാഡ്യസ്ഥാ തസ്മാത് സമുത്പന്ന
സഹസ്രേണാം ദിസസ്പതിം. ഗുദത്തിങ്കൽ നിന്ന് 2 അങ്കുലം മേലെയും മ്രേഡത്തിൽ നിന്ന് 2 അങ്കുലം താഴെയും 4 അങ്കുലം വിസ്താരത്തോടു കൂടിയും പക്ഷി മുട്ടയുടെ ആകൃതിയിൽ ഈ കന്ദമൂലം സ്ഥിതി ചെയ്യുന്നു. അതിൽ 72,000 നാഡികൾ ഉത്ഭവിക്കുന്നു. ആ കന്ദത്തിൽ നിന്ന് ആരംഭിച്ച് ശിരസിങ്കൽ സ്ഥിതി ചെയ്യുന്ന താഴോട്ട് മുഖമായിട്ടുള്ള സഹസ്രദള പത്മത്തിൻ്റെ കർണകിയിൽ സ്ഥിതി ചെയ്യുന്ന 12 ദളമുള്ള പങ്കജത്തിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്നു. സുഷുമ്നാച്ഛാ വല്ലീവ മേരുശ്ലിഷ്ടാ പുരോഗതാ ഗ്രീവാന്തം പ്രാപ്യ ഗളിത തിര്യദ്ബുധാ വരാനനെ ശംഖിനീ നാലമാലഭ്യാഗത സ ബ്രഹ്മസാധനം ചാപകാരേ സ്ഥിതോച്യാന്യ സുഷുമ്ന പ്രണവാകൃതി പൃഷ്ഠസ്ഥിതി ഗുണിനിത ഭിന്വ തിര്യഗ്ഭൂത ലലാടകാം ഭ്രൂമധ്യേ കുണ്ടലീലഗ്ന മുഖേന ബ്രഹ്മരന്ധ്രകാം. നാഡിയുടെയും അപ്രകാരം ഷഡ്ചക്രത്തിൻ്റെയും ജ്ഞാനമില്ലാതെ ബ്രഹ്മപ്രാപ്തി സാധ്യമല്ല. അതിൽ അനുയോജ്യമാമിണ്ണം നാഡികളുടെ നിരൂപണത്തെ മനുഷ്യ ശരീരത്തിൽ 1000കണക്കിന് നാഡികളെയും നിരൂപണം ചെയ്യണം. ഇട, പിംഗള, സുഷുമ്ന എന്നീ 3 നാഡികളാണ് പ്രസിദ്ധങ്ങൾ. ഇവയിലും സുഷുമ്ന നാഡിയാണ് സർവപ്രധാനം. ഇട നാഡിയുടെ അതിദേവത ചന്ദ്രനും പിംഗളയുടേത് സൂര്യനും. അതിനാൽ ഇവയെ ചന്ദ്രനാഡിയെന്നും പിംഗളയെ സൂര്യനാഡിയെന്നും പറയുന്നു. ഇട മേരുദണ്ഡത്തിൻ്റെ ഇടതുവശത്തും പിംഗള വലതുവശത്തും സ്ഥിതി ചെയ്യുന്നു. 2 നാഡികളും നാഡികളുടെ ഉൽപ്പത്തി സ്ഥാനമായ നാഡീകേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ച് നാസാരന്ധ്രം വരെ വ്യാപിച്ചു നിൽക്കുന്നു. മേരുദണ്ഡത്തിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരഭാഗത്താണ് സുഷുമ്നാ നാഡി സ്ഥിതി ചെയ്യുന്നത്. ഈ നാഡി സത്വ രജ തമോങ്ങളോട് കൂടിയതാകുന്നു. ചന്ദ്ര സൂര്യ അഗ്നിസ്വരൂപത്തോടു കൂടിയതാണ്.